ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 ടേബിൾ സ്പൂൺ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്താലും മതി. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു പോള രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിന് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കത് അടിച്ചെടുക്കാം. നല്ല പഞ്ചസാരയൊക്കെ മെൽട്ടാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. അത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 6 ബ്രെഡ് സ്ലൈസസ് ആട്ടോ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സോക്കായി കിട്ടണം. അപ്പോൾ ഞാൻ ആദ്യം ഇത് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 6 എടുത്തിട്ട് 6 ഇതുപോലെ പിച്ചിയിട്ട് ഈ ഒരു മിക്സുമായിട്ട് മുട്ടയുടെ മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ബ്രെഡൊക്കെ ഇത് മിൽക്ക് മിക്സും മുട്ട മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോക്കായി വന്നോളും. ആ ഒരു സമയം നമുക്കൊരു പാൻ എടുക്കാം. നമ്മൾ ഏതിലാണോ ഈ ഒരു പോള തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നീന്ത്രപ്പഴം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തത് അതിലൊന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ഉടഞ്ഞു പോവരുത്. ഇതിങ്ങനെ ഒരുപാട് പഴുത്ത പഴം ആവരുത്, എന്നാൽ പഴുക്കുകയും വേണം. ആ രീതിയിലുള്ള പഴം എടുക്കുക കേട്ടോ. ഉടഞ്ഞു പോവാത്ത രീതിയിലുള്ള പഴം എടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഞാൻ ആദ്യം 2 പഴമാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അത് തികയൂലാന്ന്. അങ്ങനെ ടോട്ടൽ 3 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 സൈഡും പഴത്തിൻ്റെ ആ 2 കട്ട് ചെയ്തതിൻ്റെ 2 ഭാഗത്തും ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. എന്നിട്ട് ഈ ഒരു സെയിം പാനിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാൽ ഒന്നുകൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ മുട്ട മിക്സിയിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പഴം അവരുടെ ഒട്ടി കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് അടച്ച ശേഷം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് എള്ളു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് 10 മിനിറ്റൊക്കെ ആകുമ്പോൾ മുകൾ ഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഒരു വേറെ പാനിലേക്ക് ആ മുകൾ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാനിൽ നെയ്യ് തടവിയിട്ട് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും മുട്ടയും പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്